പ്രിയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് എൻ്റെ സ്വാഗതം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 40-ാം വെള്ളി എന്നതാണ്. ഈ ദിവസം നാം ആചരിക്കുന്നതിൻ്റെ കാരണം കർത്താവിൻ്റെ പരസ്യശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പുള്ള ആ തയ്യാറെടുപ്പിനായിട്ട് 40 ദിവസം നോമ്പെടുത്തതിനെ സ്മരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. ഇന്നത്തെ ദിവസം വിശുദ്ധ കുർബാനയിൽ വായിക്കുന്നതായ ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള ഭാഗമാണ്. അവിടെ ആകൽക്കർസ വന്ന് യേശുവിനെ തൻ്റെ 40 ദിവസത്തെ നോമ്പിന് ശേഷം പരീക്ഷിക്കുന്നതായാണ് നാം ഇവിടെ കാണുന്നത്. നാം പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ നോഹയുടെ കാലത്ത് 40 രാവും 40 പകലും ഈ ഭൂമിയിൽ മഴ പെയ്തതായി നമുക്ക് ഏവർക്കും അറിയാം. അതിനുശേഷം യഹോവ നോഹയെക്കുറിച്ച് ഓർക്കുകയും യഹോവയുടെ കൃപ അവന് ലഭിച്ചതായും നാം ഇവിടെ കാണുന്നു. പിന്നീട് നമ്മൾ മുമ്പോട്ട് നോക്കുമ്പോൾ മോശെ 40 രാവും 40 പകലും യഹോവയോടൊപ്പം സിനായി പർവ്വതത്തിൽ കഴിച്ചുകൂടുകയും ആ നോമ്പിന് ശേഷം അവന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ, അതായത് ദൈവത്തിൻ്റെ വിരലുകൾ കൊണ്ടെഴുതിയ കൽപ്പനകൾ ലഭിക്കുകയും ചെയ്തു. ഏലിയ പ്രവാചകനും 40 ദിവസം നോമ്പ് നോറ്റു. അവൻ പ്രകൃതിയെ ജയിച്ചതായി ചരിത്രം നമ്മോട് പറയുന്നു. ഉദ്ധിതനായ യേശു 40 ദിവസങ്ങൾ ഭൂമിയിൽ സഞ്ചരിച്ചു. ശിഷ്യന്മാരുമായി കൂടിക്കാഴ്ച നടന്നതായും നമ്മൾക്ക് പിന്നീട് സുവിശേഷം വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഓരോ ക്രിസ്ത്യാനിയുടെയും വലിയ നോമ്പിൻ്റെ 40-ാം ദിവസം എന്നത് ആദ്യത്തെ ശോധനയുടെ സമയം തന്നെയാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. പിന്നീട് വരുന്നത് ലാസറിൻ്റെ ശനിയാഴ്ചയാണ് അടുത്ത ദിവസം, അതായത് നാളെ. അത് കഴിഞ്ഞാൽ യേശുവിൻ്റെ മഹത്വീകരണമാണ് ഓശാന ഞായറാഴ്ച. പിന്നീടുള്ളത് പെസഹായും കർത്താവിൻ്റെ ക്രൂശാരോഹണമാണ്. ഈ നോമ്പിലൂടെ നമ്മെ തന്നെ തിരുത്തി നാം ഒരു പുതിയ സൃഷ്ടിയായി മാറുന്നുവെങ്കിൽ, ഉദ്ധിതനായ കർത്താവിൻ്റെ 2ാമത്തെ വരവെങ്കിൽ നമുക്ക് അവനോടൊപ്പം നമ്മുടെ നിത്യതയിലേക്ക് പോകുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് നമ്മുടെ സഭ കാണിച്ചു പറഞ്ഞു തന്നിട്ടുള്ളതായ ആ 5 കാനൂനിക നോമ്പിൽ ടോട്ടൽ 106 ദിവസങ്ങളാണ് ഉള്ളത്. അതുകൂടാതെ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും നോമ്പ് നോക്കുന്നതിന് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ നമ്മളിൽ എത്ര പേര് ആ നോമ്പിനെ ശരിയായ രീതിയിൽ നോക്കുന്നുണ്ട് എന്ന് ഈ 40-ാം വെള്ളിയായ ഇന്നെങ്കിലും നാം ഒന്ന് നോക്കേണ്ടതുണ്ട്. നോമ്പിൻ്റെ 2 ചെറുകുകളാണ് ഉപവാസവും പ്രാർത്ഥനയുമെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ആ ഉപവസിക്കുക എന്നുള്ളത് നാം ഓരോരുത്തരും സാധാരണ ചെയ്യുന്നത് ആഹാരത്തെ വിടുക എന്നത് മാത്രമാണ് നോമ്പെന്ന് ഉപവാസമെന്ന് നാം കരുതുന്നുവെങ്കിൽ അത് നമുക്ക് തെറ്റിപ്പോയി എന്ന് തന്നെ വേണം ചിന്തിക്കുവാൻ. നമ്മുടെ പ്രവൃത്തി നമ്മൾക്ക് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ചിന്തകൾ നമുക്ക് തിരുത്തേണ്ടതുണ്ട്. യാക്കോബ് ശ്ലീഹ പറയുന്നത് പോലെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസവും അവൻ്റെ പ്രവൃത്തിയും ഒന്ന് തന്നെ അല്ല എങ്കിൽ അവൻ പാപം ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. യാക്കോബ് ശ്ലീഹയുടെ പുസ്തകം 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും നന്മ ചെയ്യാത്തത് പാപം തന്നെയാണ് എന്നാണ്. നമ്മുടെ ഈ നോമ്പ് കാലത്ത് നാം അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ എവരെയും ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ നോമ്പ് ഒരു പരിവർത്തനത്തിൻ്റെ നോമ്പായി നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ബാക്കിയുള്ള ജീവിതം ആത്മീയമായി ജീവിക്കുന്നതിനും വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച് ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ച ശക്തി കൊണ്ട് നല്ലൊരു ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ നമ്മളെല്ലാവരെയും ഈ നോമ്പ് കാരണമാക്കി തീർക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.